ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് അനുസരിച്ച് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. അതിൽ 4ാമത്തെ ചാപ്റ്റർ 4ാമത്തെ സെക്ഷൻ. അതിൽ തിയറി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ സെക്ഷനിലെ 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The perimeter of a rectangle is 40 centimeters and its area is 70 square centimeters. Find the area of the rectangle with each side 3 centimeters shorter. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്ററും പരപ്പളവ് 70 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. നീളവും വീതിയും ഇതിനേക്കാൾ 3 സെന്റിമീറ്റർ കുറവായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കെന്തുണ്ട്, നമുക്കൊരു ചതുരം ഉണ്ടല്ലേ, ഒരു റെക്ടാങ്കിൾ ഉണ്ട്. റെക്ടാങ്കിളിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ടോ? നീളവും വീതിയും തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട്. അതുപോലെ ഏരിയ പരപ്പളവ് തന്നിട്ടുണ്ട് അല്ലേ. ഇത്ര ചുറ്റളവ് 40, പരപ്പളവ് 70 അല്ലേ. പെരിമീറ്റർ 40, അതിന്റെ പരപ്പളവ് പെരിമീറ്റർ 40 ആണ്, ഏരിയ എന്താണ് 70 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിനേക്കാൾ 3 സെന്റിമീറ്റർ കുറവായ ചതുരത്തിൻ്റെയാണ്. ഓക്കെ, 3 സെന്റിമീറ്റർ ഷോർട്ടർ ആയിട്ടുള്ള റെക്ടാങ്കിളിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഒരു റെക്ടാങ്കിൾ നോക്കാം. സിമ്പിൾ ആയിട്ട് ആദ്യത്തെ ഒറിജിനൽ റെക്ടാങ്കിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ദിസ് ഇസ് എ റെക്ടാങ്കിൾ. ഓക്കെ, വേറെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഒരു ലെങ്ത്. ഇത് റെക്ടാങ്കിളിന്റെ ലെങ്ത്, ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുക. ലെങ്തും ബ്രെഡ്ത്ത്, നീളവും വീതി അല്ലേ. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതിന്റെ ചുറ്റളവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? പെരിമീറ്റർ. വാട്ട് വിൽ ബി ദ പെരിമീറ്റർ? ഇത് ലെങ്ത് ബ്രെഡ്ത്ത്. വാട്ട് ഈസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സൈഡ്സിന്റെ സം ആണ്. ഓക്കെ, സം ഓഫ് ലെങ്ത് ഓഫ് സൈഡ്സ്, സൈഡ്സിന്റെ ലെങ്തിന്റെ ഒക്കെ നീളമാണ്. സോ ഇത് ലെങ്ത് ആണെങ്കിൽ ഇത് ബ്രെഡ്ത്ത്, ഇത് എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും, ഇതും ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പൊ എത്ര ലെങ്ത് ഉണ്ട്? 1, 2, 2 ലെങ്ത് 2 ബ്രെഡ്ത്ത്. അതായത് 2 × L+B. നമുക്ക് അറിയാം ഈ ഫോർമുല. 2 × L+B ആണെന്ത്? പെരിമീറ്റർ. സോ അതാണ് പെരിമീറ്റർ എന്നിട്ടുണ്ട് എത്ര? 40 സെന്റിമീറ്റർ അല്ലെ. 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 40 എന്ന് എടുക്കാം. നമുക്ക് ഇക്വേഷൻ ഇവിടെ എങ്ങനെ എഴുതുന്നുണ്ട്? 40 എന്ന് എടുക്കാം. പെരിമീറ്റർ എത്ര തന്നിട്ടുണ്ട്? പെരിമീറ്റർ 40 തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം എന്തെടുക്കുക? പെരിമീറ്റർ 40 എന്ന് എടുക്കുക. സോ രണ്ടാമത് ഇക്വേഷൻ എഴുതുക. എന്താണ്? 2 × L+B. അടുത്ത എന്താ തന്നിരിക്കുന്നത്? ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര വരും? ഏരിയ 70 ആണ്. ഏരിയ 70 ആണ് അല്ലേ. സോ ഇതിൽ നിന്ന് ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 × L+B ആണ് 40 അല്ലേ. അപ്പോൾ L+B നമുക്ക് എന്ത് കിട്ടും? L+B = 40 എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും? 40/2 എന്ത് വരും? 20. അതായത് 40 കാരണം 2 എന്ത് വരും? 20. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട്, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ശരി. ഇനി അവരെന്താ ചോദിക്കുന്നത്? ഇതിൽ നിന്ന് 3 സെന്റിമീറ്റർ കുറവായ അല്ലെ, 3 സെന്റിമീറ്റർ ഷോർട്ടർ ആയിട്ടുള്ള ലെങ്തും ബ്രെഡ്ത്തും 3 സെന്റിമീറ്റർ ഷോർട്ട് ആയിട്ടുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. സോ ഇത് 3 സെന്റിമീറ്റർ ഷോർട്ടർ ആയിട്ട് ഞാൻ എടുക്കുവാണേ. നോക്കൂ, ഈ ബ്രെഡ്ത്തിനെ ആദ്യം എന്ത് ചെയ്യുന്നു? ബ്രെഡ്ത്തിനെ ഒരു 3 സെന്റിമീറ്റർ ഷോർട്ടർ ആക്കുന്നു. ലെങ്തിനെ എന്ത് ചെയ്യുന്നു? 3 സെന്റിമീറ്റർ ഷോർട്ടർ ആക്കുന്നു. അതായത് 3, ഇതും 3 സെന്റിമീറ്റർ. അപ്പൊ ബാക്കി നമുക്ക് ഇത് ലെങ്ത് അല്ലേ, ഇത് ടോട്ടൽ L അല്ലേ. ഇതിൽ നമുക്ക് എന്ത് വരും? ബാക്കി ലെങ്ത് എന്ത് വരും? 3 സെന്റിമീറ്റർ ഇവിടെ പോയാൽ ഇവിടെ 3 സെന്റിമീറ്റർ ഓൾറെഡി പോയി. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് എന്താണ്? L-3 അല്ലെ. L-3 ആണ് നമ്മുടെ ബാക്കി വരുന്നത്. അതുപോലെ ഇവിടെ ബാക്കി വരുന്നത് എന്താണ്? അതായത് ഇവിടെ 3 സെന്റിമീറ്റർ താഴെ പോയില്ലേ. ബാക്കി ഇവിടെ എന്ത് വരും? B-3 അല്ലെ. ഇവിടെ L-3യും ഇവിടെ B-3യും. അപ്പോൾ ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ. അപ്പോൾ ഇതിന്റെ നീളവും വീതി എന്താണ്? ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും എന്താണ്? L-3യും B-3യും. സോ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ = എന്ത് വരും? L-3 × B-3. L-3 × B-3. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? L × B, LB പ്ലസ് ആണോ മൈനസ് ആണോ? അടുത്ത് നോക്കുക. L × -3, L × -3. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ്. സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് കിട്ടും അല്ലേ.
സോ മൾട്ടിപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സെയിം ആണെങ്കിൽ, ചിഹ്നങ്ങൾ സെയിം ആണെങ്കിൽ അതേ ചിഹ്നം പോസിറ്റീവ് ഇടുക കേട്ടോ. ചിഹ്നങ്ങൾ സെയിം ആണെങ്കിൽ പോസിറ്റീവ് സൈൻ വരും. ചിഹ്നങ്ങൾ ഡിഫറെൻ്റ് ആണ്, സൈൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവോ നെഗറ്റീവ് പോസിറ്റീവോ അങ്ങനെ രണ്ട് വരുവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും സൈൻ വരിക. നെഗറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവും അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ മിക്സഡ് ആക്കി വരികയാണെങ്കിൽ എന്താണ്? ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ സൈൻ സെയിം ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്പേഴ്സിന്റെ സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ, വ്യത്യാസമാണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ് എല്ല്, ഇവിടെ 3 നെഗറ്റീവ് ആണ്. എൽ ഇൻറ്റു -3 അപ്പോൾ എന്ത് വരും? -3l വരും. അതുപോലെ -3 ഇൻറ്റു ബി എന്ത് വരും? -3b. -3 ഇൻറ്റു -3 ഇവിടെ നോക്കൂ, സൈൻ എന്താണ്? സെയിം ആണല്ലേ? മൈനസ് മൈനസ് സെയിം ആണ്. ഒരേ ചിഹ്നം വന്നാൽ നമുക്ക് എന്ത് വരണം? പോസിറ്റീവ് വരണം. +3 ഈക്വൽ ടു എന്ത് വരും? എൽ ബി മൈനസ്, ഇത് -3 നമുക്ക് പുറത്തെടുത്തു, കോമൺ ആയിട്ട് രണ്ട് ചെയ്യുന്നു. -3 നമ്മൾ പുറത്തെടുക്കുന്നു. -3 ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 3. ഓക്കെ, എൽ ബി -3 ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 3 ഇൻറ്റു 3 എന്താണ്? 9 ആണ് കേട്ടോ. 3 ഇൻറ്റു 3 9. 3 ഇൻറ്റു 3 9. സോ ഹിയർ 9. ഓക്കെ, -3 ഇൻറ്റു -3 പ്ലസ് 9. ശ്രദ്ധിച്ചോളേ, സോറി ഞാൻ വിട്ടുപോയി എഴുതിയപ്പോൾ. ശരി, ഇനി നോക്കൂ, എൽ ബി എൽ പ്ലസ് ബി നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നോക്കൂ. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എൽ പ്ലസ് ബി. ഇക്വേഷൻ നമ്പർ 2 എൽ ബി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ആൻഡ് 2. ഇക്വേഷൻ 1 ഉം 2 എന്ത് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. അപ്പോൾ ഏരിയ എന്ത് കിട്ടും? ഏരിയ ഈക്വൽ ടു എൽ ബി എന്താണ്? എൽ ബി എന്താണ്? 70 -3 ഇൻറ്റു എൽ പ്ലസ് ബി എന്താണ്? 20 പ്ലസ് 9. നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഈക്വൽ ടു 70 -60 പ്ലസ് 9 എന്തായിരിക്കും? 70 -60 പ്ലസ് 9. 70 - 60 is 10 plus 9 19 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ എന്ത് കിട്ടി? 19 സെന്റിമീറ്റർ സ്ക്വയർ. 19 ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇത് ഏരിയ. ഓക്കെ, ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ അടുത്ത കണക്കുമായിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത കണക്കുമായിട്ട് കാണാം.